ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. ധാരാളം ഔഷധ ഗുണങ്ങളുള്ള മത്തൻ കൊണ്ടാണ് ഇന്ന് കറി തയ്യാറാക്കുന്നത്. മത്തൻ കൊണ്ട് നമ്മൾ ഓലം വെക്കാറുണ്ട്, പരിപ്പിൽ ഇട്ട് കറി വെക്കാറുണ്ട്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വൻപയറും മത്തനും കൊണ്ടാണ്. വൻപയർ 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത്, ഇതുപോലെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ വൻപയർ പെട്ടെന്ന് വെന്ത് കിട്ടും. കുറേ വിസിൽ വരേണ്ട ആവശ്യം ഇല്ല. വൻപയർ 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് കഴുകി കുക്കറിലേക്കിട്ട് മത്തൻ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി കഷ്ണങ്ങളായി മുറിച്ച് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി കഷ്ണങ്ങളെല്ലാം മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ ഇതിൽ വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് അടച്ച് വെച്ച് ഇതിന് 3 വിസിൽ വന്നാൽ നല്ലപോലെ വെന്ത് കിട്ടും. കുതിർക്കാത്ത വൻപയറാണെങ്കിൽ 5-6 വിസിൽ വരണം. കുതിർത്ത വൻപയറായതുകൊണ്ട് 3 വിസിൽ വരുമ്പോൾ തന്നെ ഓഫ് ചെയ്തു. ഇനി മിക്സി ജാറിലേക്ക് 1 പിടി തേങ്ങ, 4 ചെറിയുള്ളി, 5-6 കാന്താരി ഇല്ലാത്തവർ പച്ചമുളക് ചേർത്ത് കൊടുക്കുക. കാന്താരിയാണ് കൂടുതൽ നല്ലത്. കാന്താരി ആരോഗ്യത്തിന് നല്ലതുമാണ്, നല്ല ടേസ്റ്റുമാണ്. 3 വിസിൽ വന്ന് തണുത്ത ശേഷം കുക്കർ തുറന്നു. കഷ്ണങ്ങളെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. വൻപയറെല്ലാം നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി നോക്കുക. അതാ കഷ്ണങ്ങളെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച തേങ്ങ കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. ഇളക്കുന്ന സമയത്ത് നമുക്ക് നല്ലപോലെ ഉടഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ നല്ലപോലെ ഇളക്കി എടുക്കണം. കഷ്ണങ്ങൾ ഉടയാതെയാണ് കറി വേണ്ടതെങ്കിൽ അധികം ഇളക്കി ഉടക്കാതെ എടുക്കുക. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വന്ന് കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പൊക്കെ നോക്കി. ഇനി കറി വാങ്ങി വെക്കുക. കുറച്ച് സാധനങ്ങളും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു കടായി അടുപ്പത്ത് വെച്ച് കടായിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ നല്ലപോലെ ചൂടായ ശേഷം കടുകും ജീരകവും ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. പെട്ടെന്ന് പൊട്ടി വരും. 1/2 ടീസ്പൂൺ നല്ല ജീരകവും 1/2 ടീസ്പൂൺ കടുകും ഇട്ട് കൊടുത്ത് നല്ലപോലെ പൊട്ടുമ്പം ഇതിലേക്ക് വറ്റൽ മുളക് 3-4 മുറിച്ച് ഇട്ട് കൊടുക്കണം. കടുകും ജീരകവും നല്ലപോലെ പൊട്ടി വരുന്നുണ്ട്. ഇനി ഈ സമയത്ത് ഇതിലേക്ക് വറ്റൽ മുളകും ഇട്ട് കൊടുത്ത് ഇനി ഒരു കഷ്ണം സവാള ചെറുതായി മുറിച്ചതും ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം. തേങ്ങ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കണം. 1 പിടി തേങ്ങ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങയും ചേർത്ത് ഇനി ഇത് നല്ലപോലെ ഇളക്കി ബ്രൗൺ കളറാവുന്നത് വരെ വറുത്തെടുക്കണം. എണ്ണ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക. കൂടുതൽ എണ്ണ വേണ്ടവർക്ക് നല്ലപോലെ എണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ ഈ പാകത്തിൽ എണ്ണ ഒഴിച്ച് കൊടുത്താൽ ഇത് നല്ലപോലെ ബ്രൗൺ കളറായി കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് എണ്ണ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റ് കിട്ടും. എണ്ണ ഉപയോഗിക്കാൻ പാടില്ലാത്തവർക്ക് ഇതുപോലെ വറുത്തെടുത്താൽ മതി. ഇനി നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ടെങ്കിൽ ഇത് കറിയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. ഇതൊന്ന് അടച്ച് വെക്കണം. പെട്ടെന്ന് അടച്ച് വെക്കണം. പോലെ അടച്ചു കൊടുത്താൽ വറവിൻ്റെ മണവും രുചിയെല്ലാം കറിയിലേക്ക് തന്നെ ഇറങ്ങും. ഇനി ഇത് കുറച്ച് സമയം കഴിഞ്ഞ് തുറന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ എന്താ ഒരു സ്വാദ് എന്നറിയോ. ഇത് നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക. ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണിത്. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. താങ്ക് യു ഫോർ വാച്ചിങ്.